ഭാരതീയ സങ്കല്പം അനുസരിച്ച് കലയുടെ ലക്ഷ്യം കേവലം കാഴ്ച സുഖം നൽകുക എന്നതായിരുന്നില്ല. മറിച്ച് മനുഷ്യനെ അവൻ്റെ അഹങ്കാരത്തിൽ നിന്നും അതുപോലെ തന്നെ ലൗകികമായ വ്യാകുലതകളിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മോചിപ്പിച്ച് ഉന്നതമായ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു. വ്യക്തി കേന്ദ്രീകൃതമായ കല മനുഷ്യനിൽ അഹംഭാവത്തെ വളർത്തുവാനേ ഉപകരിക്കൂ എന്ന കാരണത്താൽ അവ കലയുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് വിരുദ്ധമായി കണക്കാക്കിയിരുന്നു. നമ്മുടെ പുരാതന ചിത്രകലയുടെ നിയമപുസ്തകമായി കണക്കാക്കുന്ന ചിത്രസൂത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. നമ്മുടെ പാരമ്പര്യ ചിത്രകല എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മഹത്വവൽക്കരിക്കുന്നതിനോ അതുപോലെ തന്നെ പ്രശസ്തിക്കോ വേണ്ടി ഉപയോഗിക്കേണ്ട ഒന്നായിരുന്നില്ല. അത് വ്യക്തികൾക്കപ്പുറം നിൽക്കുന്ന ശാശ്വതമായ മൂല്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ ആശയങ്ങളും പ്രകൃതി സത്യങ്ങളും വരുന്ന തലമുറയ്ക്ക് വേണ്ടി കൈമാറാനുള്ള ഉത്തമമായ മാധ്യമമായിരുന്നു.